ജൂൺ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയി. ഇനി ഒരു 45-50 ദിവസങ്ങൾ പരീക്ഷയിലേക്കുണ്ട്. നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ പോലും പഠിച്ചെടുക്കാനായിട്ട് ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. കഴിഞ്ഞ 5 വർഷത്തിലധികം ഉള്ള എൻ്റെ നെറ്റ് ട്രെയിനിങ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഇനി വരുന്ന പോയിന്റുകൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. തീർച്ചയായിട്ടും ഈ പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ ഈ ടിപ്സ് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നിതിൻ സാർ എങ്ങനെ ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. ലൈവ് ഫോട്ടോ വേണം, OBC NCL സർട്ടിഫിക്കറ്റിന്റെ, അതും എഡ്യൂക്കേഷൻ പർപ്പസിന് എടുത്തത് തന്നെ താലൂക്ക് ഓഫീസിൽ നിന്ന് എടുത്തതിന്റെ നമ്പർ കൊടുക്കണം. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഇപ്രാവശ്യത്തെ ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ മാരത്തൺ ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. DSU ആയിട്ട് ചേർന്നിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുള്ള ലൈവ് പ്രോഗ്രാമിൽ I+ന്റെ അധ്യാപകരുണ്ടാവും. ഇതിനൊക്കെ പുറമെ ഓഫ്ലൈനായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും ക്രാഷ് ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെക്കേഷന് വന്ന് പഠിക്കാം. നമ്മുടെ ലൈവ് അടക്കമുള്ള ക്രാഷ് ബാച്ചുകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, പഠിക്കുന്നതിനായിട്ട് നിങ്ങൾ എഴുതിയ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇനി നമ്മുടെ ജൻസി കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്ന കാലത്തിലേക്ക് വന്നിരിക്കുക അല്ലേ? നിങ്ങൾക്ക് എഴുതാൻ മടിയാണെങ്കിൽ ഒരു എക്സൽ ഷീറ്റോ സ്പ്രെഡ്ഷീറ്റോ തയ്യാറാക്കി നിങ്ങളുടെ ഫോണിലോ ലാപ്പിലോ ഒരു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം, എഴുതണം, പ്ലാൻ ചെയ്യണം, എവിടെയെങ്കിലും അത് ഫിസിക്കലായിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാര്യം പ്ലാൻ ഡോക്യുമെന്റഡ് അല്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് ആധി കൂടും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന ആളായിരിക്കാം. ഭൂരിഭാഗം പേർക്കും പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെ ഈ ദിവസത്തെ ടൈം പ്ലാൻ ചെയ്യും, ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുള്ള. ഞാൻ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്ന ഉദാഹരണം നാഗവല്ലി ആഭരണപ്പെട്ടി കണ്ട പോലെയാണ്. ഇത് ആ മാല ഈ മാല എന്നൊക്കെ പറഞ്ഞ് എടുത്തു നോക്കുന്ന പോലെ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ 20 യൂണിറ്റുകൾ ഒരുമിച്ച് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. 1ാം യൂണിറ്റ് പഠിക്കാനിരിക്കുമ്പോഴാവും മാത്തമാറ്റിക്കൽ റീസണിങ് പഠിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ പലയിടത്തും ഓടി നടന്ന് നമ്മൾ പാടുപെടും. എന്നാൽ സ്കൂളിലെ കുട്ടികൾ എഴുതുന്ന പോലെ ഓരോ മണിക്കൂറും ഇന്നതിനും അലോട്ട് ചെയ്ത ടൈം ടേബിൾ ഭൂരിഭാഗം പേർക്കും ആവശ്യം വരില്ല. നിങ്ങൾ ഒരു ദിവസം ഇന്ന ടോപ്പിക് അല്ലെങ്കിൽ ഈ യൂണിറ്റ് പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ടോപ്പിക്കുകൾ പാരലായിട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പഠനത്തോടൊപ്പം തന്നെ PYQ വർക്കൗട്ടും കൊണ്ടുപോകുന്നത് ഏറ്റവും ഐഡിയൽ ആണ്. നമുക്ക് മടുപ്പുളവാകാതെ നമ്മൾ ഒരേ കാര്യം കുറേ നേരം ചെയ്താൽ നമ്മുടെ തലച്ചോറിലൊരു സ്റ്റാഗ്നേഷൻ എത്തും അല്ലേ? ഒരു മന്ദത പോലെ തോന്നുന്നു നമുക്ക് വേണേൽ പറയാം. കുറെ നേരം അത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഒരു മടുപ്പ് വരും. അതിന് നല്ലത് ടോപ്പിക്കുകൾ മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ PYQ പ്രാക്ടീസ് കൂടെ പഠിക്കുന്നതിനോടൊപ്പം കൊണ്ടുപോകുക. നമ്മുടെ എയിം JRF ടെസ്റ്റ് സീരീസ് ഒക്കെ 1000 രൂപയെ താഴെയുള്ള ഫീസ് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. NTAയുടെ അതേ ഫോർമാറ്റിൽ 10,000-15,000-ലധികം ചോദ്യങ്ങൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള 2019 തുടങ്ങി 25 വരെയുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ ലഭിക്കുകയും ചെയ്യും പേപ്പർ 1-ൽ. അപ്പൊ അത് ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്യുക. ടൈംഡ് ടെസ്റ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പ്ലാനിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ P പ്രാക്ടീസിന്റെ ആണ്. പഠനം മാത്രം കൊണ്ട് നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. 100 കണക്കിന് ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ വിന്നേഴ്സിന്റെ അവൈലബിൾ ആണ്. നെറ്റും JRF കിട്ടിയവരുടെ മാത്രം എടുത്തു നോക്കിയാൽ പോലും അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, പഠിച്ചതും പ്രാക്ടീസ് ചെയ്തതും അവരെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്ന്. വെറുതെ പ്രാക്ടീസ് ചെയ്യല്ല, പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റുന്ന ചോദ്യങ്ങളെ ഫോക്കസ് ചെയ്ത് ആ ഏരിയ ഒന്നുകൂടി പഠിക്കാൻ കൂടി സമയം കണ്ടെത്തുക. നമുക്ക് 45 ദിവസമാണ് അല്ലെങ്കിൽ 50 ദിവസമാണ് മൊത്തത്തിലുള്ളതെങ്കിൽ ഒന്നും പഠിച്ചു തുടങ്ങാത്ത ഒരാൾ പോലും 2x20 2 ദിവസം ഓരോ യൂണിറ്റിന് അലോട്ട് ചെയ്ത് 40 ദിവസം കൊണ്ട് മുഴുവൻ ഏരിയകൾ പഠിച്ചു തീർക്കാം. ബാക്കി 10 ദിവസം റിവിഷന് വേണ്ടിയിട്ട് കൂടി മാറ്റിവെക്കുക. ഈ പഠനത്തോടൊപ്പം തന്നെ PYQ എടുത്ത് ടെസ്റ്റുകളൊക്കെ എടുത്ത് തന്നെ പോവുക. അപ്പൊ നമ്മുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കാം, പരീക്ഷയുടെ പാറ്റേൺ അറിയാൻ കൂടി സാധിക്കും. 3ാമത്തെ P ആണ് പാറ്റേൺ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. പ്രാക്ടീസ് നടത്തുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാനും പറ്റില്ല. പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കുമാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിനുള്ള പ്രിപ്പറേഷൻ രീതിയിൽ കണ്ടന്റ് അങ്ങ് പഠിച്ചു വെക്കും. സിലബസ് നോക്കി പേപ്പർ 1ഉം പേപ്പർ 2 ഒക്കെ പഠിക്കും. ഒടുവിലാവും നെറ്റ് പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ വർഷങ്ങളിലും സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുമെങ്കിൽ പോലും 80% ചോദ്യങ്ങളും ഒരേ പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യം വേണം കേട്ടോ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ.
അതിലൂടെ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്, ടേബിൾസ് വരുന്നത് എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും, അതുപോലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദ്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, DIയിലെ ചോദ്യങ്ങൾ കുറേ സെറ്റ് ചോദ്യങ്ങൾ കാണുമ്പോൾ പരീക്ഷാ ഹാളിൽ DI ഒക്കെ അതുപോലത്തെ ഒരു സെറ്റ് ഡേറ്റ പോയിന്റ് മാറുന്നുണ്ടാവും, പക്ഷെ റേഷ്യോയും പ്രപ്പോർഷനും പെർസെൻറ്റേജും ഒക്കെ ഐഡിയ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ കൊല്ലവും റിപ്പീറ്റ് ചെയ്യുന്ന കാണാം. കഴിഞ്ഞ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു 30 സെറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, ഓരോ ദിവസം ഓരോ സെറ്റ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ പോലും DIയോ RCയോ ഒക്കെ നിങ്ങൾക്ക് ഫുള്ള് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് പുറമെയാണ് നാലാമതായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു, രണ്ടാമത് എന്ത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, മൂന്നാമത് എന്ത് ചെയ്തു, നമ്മൾ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്തു. നാലാമത്തെ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് ആണ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കുക. ലാസ്റ്റ് P അതാണ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്. കാര്യം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എനിക്കിത് കിട്ടുമോ എന്നുള്ള ഭയപ്പാടോടാണ് അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ പരീക്ഷാ ഹാളിലെ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം പോലും, കാര്യം പരീക്ഷ നടക്കുമ്പോൾ ചിലപ്പോൾ മൗസ് ഒന്ന് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടോ, ചെറിയൊരു സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യേണ്ടി വരികയോ, അന്ന് കറണ്ട് ഇല്ലാതെ AC വർക്ക് ചെയ്യാതിരിക്കുകയോ, ഫാൻ പ്രോപ്പറായിട്ട് വെന്റിലേഷൻ ഇല്ലാതിരിക്കുകയോ, അല്ലെങ്കിൽ റൂഡായിട്ടുള്ള ഒരു ഇൻവിജിലേറ്ററോ, അങ്ങനെ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത പല പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്സാവാം എന്നുള്ള എക്സ്പെക്ടേഷനോട് കൂടി വേണം നിങ്ങൾ പോവാൻ. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഉൾക്കരുത്തുണ്ടെന്ന് വിശ്വാസത്തോടെ വേണം പോവാനായിട്ട്. കാര്യം ഇനി പ്രാക്ടീസ് ചെയ്താൽ പോലും നിങ്ങളുടെ ലൈഫിലെ വിലപ്പെട്ട 2 മാസം നിങ്ങൾ ഇതിന് മാറ്റി വെക്കുക. പല കുട്ടികളും ഈ വീഡിയോ കാണുന്നവർ കഴിഞ്ഞ 6 മാസമായിട്ടും 1 വർഷമായിട്ടും 1.5 വർഷമായിട്ടും പല അറ്റംപ്റ്റുകൾ കൊടുത്ത് ഫീസൊക്കെ അടച്ച് പഠിച്ച് പരീക്ഷാ ഹാളിൽ പോകുന്നവരുണ്ട്. അപ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളെ എന്തായാലും ഹെൽപ്പ് ചെയ്യില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ എൻവിഷൻ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്ത് വന്നാലും എനിക്ക് നിയന്ത്രണമുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് ഞാൻ പരീക്ഷ എഴുതും, വിജയിക്കും. JRF ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ JRFിലേക്ക് തന്നെ ഞാൻ എത്തും. എന്നെ കൊണ്ട് ഇന്നലെ പോയിട്ട് ഒന്നും തിരുത്താനോ ചെയ്യാനോ നമുക്ക് പറ്റില്ല. ഇനിയുള്ള ദിവസം എൻ്റെ മാക്സിമം എഫേർട്ട്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ഞാൻ കൊടുക്കും. ഇന്നലെയുള്ള എന്നേക്കാൾ ഇന്ന് ഞാൻ മികച്ചതാവും എന്ന് ഉറച്ച തീരുമാനം എടുത്ത് പരീക്ഷയ്ക്ക് പഠിക്കുകയും പരീക്ഷാ ഹാളിലേക്ക് കുഴപ്പങ്ങൾ വന്നാലും ഞാൻ അതിനെ അതിജീവിക്കുന്നുള്ള എക്സ്പെക്ടേഷനോടുകൂടി പോവുകയും ചെയ്യുക. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ വേണമെങ്കിൽ ട്രസ്റ്റഡ് സോഴ്സായിട്ട് I+ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവിധമായ ആശംസകളും എല്ലാ സ്ട്രെസ്സുകളും മാറ്റിവെച്ച് ആ പഠന ജേണി എൻജോയ് ചെയ്ത് പരീക്ഷാ ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ അർഹിക്കുന്ന വിജയം നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.